ഇത് നമുക്ക് ഇതുപോലെ അടിപൊളി ഇയറിങ്സ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ബീഡ്സിൽ ചുറ്റും ഞാൻ സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അതിൻ്റെ ചുറ്റുമുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഐപ്പിന്നിൻ്റെ ഒരു ചെറിയ പീസ് എടുത്തിട്ട് ഇതുപോലെ സ്ട്രോങ് ആവാൻ വേണ്ടി ഞാൻ നടുക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. B7000 ഗ്ലൂ ആണ് ഞാൻ ഉപയോഗിച്ചത്. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റഡും ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം ഐപ്പിന്നെ നമ്മൾ കറക്റ്റ് അളവിലെടുത്തിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ ബാക്കിലേക്ക് നമുക്ക് ബാക്ക് ഷീറ്റ് ഒട്ടിച്ചു കൊടുക്കാം. ബാക്ക് ഷീറ്റ് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഞാനൊരു ഹോൾ ഇട്ടിട്ടാണ് അതിൻ്റെ സ്റ്റഡിലേക്കുള്ള ബാക്ക് ഷീറ്റ് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നീറ്റായിട്ട് അത് അവിടെ നിൽക്കും. അതിനുശേഷം നമ്മൾ ഇതുപോലത്തെ ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ട് ഹാങ്ങിങ്സ് ആയിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട്. ഹാങ്ങിങ്സ് ഞാനിവിടെ 5 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. ഹാങ്ങിങ്സ് ഇടുമ്പോൾ തന്നെ നമ്മുടെ കമ്മലിന് ഒരു ബ്യൂട്ടിഫുൾ ലുക്ക് നമുക്ക് കിട്ടും. ഈ കമ്മൽ ഉണ്ടാക്കുമ്പോൾ എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അത് മനസ്സിലായവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ ഇയറിങ് ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു അവർ കമൻറ്റ് ചെയ്യുക. പിന്നെ ആർക്കൊക്കെ മനസ്സിലായി ആ അബദ്ധം എന്നുള്ളതും താഴെ കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.